കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിൽ അവലംബിച്ച ശൈലിയാണ് മുഖ്യമന്ത്രി തർക്കത്തിൽ യഥാർത്ഥത്തിൽ വി ഡി സതീശന് വെല്ലുവിളിയാവുന്നത്. ജനപ്രതിനിധികളുടെ പിന്തുണ ആർക്കൊപ്പം എന്ന കണക്കെടുത്താണ് കൊച്ചിയിൽ മേയറെ നിശ്ചയിച്ചത്. പാർട്ടിയിലെ സീനിയോറിറ്റിയോ മറ്റ് ഘടകങ്ങളോ അന്ന് അവിടെ പരിഗണിച്ചില്ല. അന്ന് വി ഡി സതീശൻ്റെ ഈ വാദത്തിന് വഴങ്ങിക്കൊടുത്ത മറുപക്ഷം മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ ഇതിപ്പോൾ ആയുധമാക്കുന്നുവെന്നതാണ് സാഹചര്യം. അതായത് MLA-മാരുടെ കണക്കെടുപ്പാണ്, തലയെണ്ണലാണ് ഇതിൽ പ്രധാനമെന്ന മുമ്പ് സതീശൻ അംഗീകരിച്ചു കൊടുത്ത വാദമാണ് ഇപ്പോൾ വി ഡി സതീശന് തന്നെ വെല്ലുവിളിയാകുന്നത് എന്നതാണ് സാഹചര്യം. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഇത് സുപ്രധാനമാണ്. അന്ന് കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ സീനിയോറിറ്റി അടക്കം മറ്റു ചില പരിഗണനയും മറ്റു ചില പേരുകളുമാണ് വന്നത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. അന്ന് സഭയുടെ സമ്മർദ്ദം, അങ്ങനത്തെ പല കാരണങ്ങൾ പറഞ്ഞിരുന്നു. എന്തായാലും അന്നത്തെ ആ തെരഞ്ഞെടുപ്പ് ശൈലി, അതായത് പാർലമെൻ്ററി പാർട്ടിയിലെ പിന്തുണ, അത് ഇവിടെയും മാനദണ്ഡമാക്കണമെന്ന് പറയുമ്പോൾ സതീശന് എതിരെ ഇത് പരമാവധി ഇത് ഉപയോഗിക്കുകയാണോ ഇപ്പോഴത്തെ നീക്കം? നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം ആവേശത്തോടെ ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എറണാകുളത്ത് കോർപ്പറേഷൻ നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നത്. അന്ന് KPCC ജനറൽ സെക്രട്ടറി കൂടിയായ മാധ്യമ വിഭാഗത്തിൻ്റെ ചുമതലയുള്ള ദീപ്തി മേരി വർഗീസിനെ അവർ കൗൺസിലർ സ്ഥാനത്തേക്കല്ല മത്സരിക്കുന്നത്, താൻ മേയർ സ്ഥാനത്തേക്ക് തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രചാരണ രംഗത്തടക്കം ദീപ്തി മേരി വർഗീസ് നിറഞ്ഞു നിന്നത്. അങ്ങനെ ദീപ്തി മേരി വർഗീസ് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടുകയും ചെയ്തു. പക്ഷേ ആദ്യ നാടകീയമായി KC പക്ഷത്തെ മുൻനിര പോരാളിയായ ദീപ്തി മേരി വർഗീസ് കൊച്ചി മേയർ ആകാതിരിക്കുന്നതിന് വേണ്ടി VD പക്ഷം നടത്തിയ നീക്കം വലിയ തരത്തിൽ നാടകീയമായ സംഭവങ്ങൾക്കാണ് കൊച്ചിയിൽ വഴിവെച്ചത്. അങ്ങനെയാണ് മിനിമോൾ ഈ അംഗങ്ങളുടെ പിന്തുണ മിനിമോൾക്കാണ് എന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും അങ്ങനെ കൊച്ചി കോർപ്പറേഷൻ മേയറായി മിനിമോൾ എത്തുകയും ദീപ്തി മേരി വർഗീസിന് ആ സ്ഥാനനഷ്ടം ഉണ്ടാകുകയും ചെയ്യുന്നത്. അന്ന് KC പക്ഷത്തെ വിശ്വസ്തനായ മാത്യു കുഴൽനാടൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയൊരു പ്രതികരണമുണ്ട്. ഇതാണ് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡമെങ്കിൽ ഇനി അങ്ങോട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ നടപടിക്രമങ്ങളിലും ഇതേ അംഗബലം തന്നെയായിരിക്കും നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡം. അത് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. അവിടെ മുതൽ KC വേണുഗോപാലിൻ്റെ നീക്കങ്ങൾ വളരെ കൃത്യമായിരുന്നു. KC വേണുഗോപാൽ പക്ഷത്തിൻ്റെ നീക്കങ്ങൾ കൃത്യമായിരുന്നു. ആദ്യം അവർ അതിൽ വിജയിച്ചത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിലാണ്. 90-ലധികം സീറ്റുകളിൽ കോൺഗ്രസ് തനിയെ മത്സരിക്കുമ്പോൾ അതിൽ 60-ലധികം ആളുകൾ KC വേണുഗോപാലിൻ്റെ വിശ്വസ്തരെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് KC പക്ഷത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചത്. അന്നേ അപകടം മണത്തിരുന്നു VD സതീശൻ പക്ഷം. അതുകൊണ്ടാണ് ഘടകകക്ഷികളുടെ, ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തത്. അന്ന് പക്ഷേ KC പക്ഷത്തെ ആശങ്കയിലാക്കിയിരുന്ന ഒരു കാര്യം, 75 അല്ലെങ്കിൽ 76 മാത്രം സീറ്റുകൾ നേടിക്കൊണ്ടാണ് UDF അധികാരത്തിലേക്ക് വരുന്നതെങ്കിൽ ലീഗ് എടുക്കുന്ന നിലപാട് നിർണായകമായി മാറും. നിലവിലെ സാഹചര്യത്തിൽ സതീശനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ലീഗ് നേതൃത്വം സതീശന് വേണ്ടി വാദിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ, അതായത് കോൺഗ്രസിന് ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും രേവന്ത് റെഡ്ഡിയുടെയും DK ശിവകുമാറിൻ്റെയും സിദ്ധരാമയ്യയുടെയും ഒക്കെ പ്രചാരണം, അതായത് കോൺഗ്രസിൻ്റെ ദേശീയ താരനിരയെ പ്രചാരണ രംഗത്ത് സജീവമാക്കിയത് KC പക്ഷത്തെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലായിരുന്നു. അത് കൃത്യമായി തന്നെ നേതൃത്വത്തിനും അറിവുള്ളതാണ്. അവിടെ പരമാവധി KC പക്ഷത്തുള്ള സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കുന്നതിനുള്ള നീക്കം നടന്നു. ആ നീക്കം ഫലം കാണുകയും ചെയ്തു. അതാണ് ഒടുവിൽ ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ ശരിയാണെങ്കിൽ ജയിച്ചു വന്ന MLA-മാരുടെ ഹിതപരിശോധന നടത്തിയപ്പോൾ 45 മുതൽ 48 പേർ വരെ KC വേണുഗോപാലിൻ്റെ മാത്രമായോ അല്ലെങ്കിൽ മറ്റൊരു പേര് നിർദ്ദേശിച്ച കൂടി KC വേണുഗോപാലിൻ്റെ കൂടെ പേരോ പറയുന്ന സാഹചര്യമുണ്ടായത് അതിനാടകീയമായി KC പക്ഷം നടത്തിയ ഈ നീക്കമാണ്. ആ തന്ത്രമാണ് VD പക്ഷത്തിന് ഓർക്കാപ്പുറത്തുള്ള അടിയായി മാറിയത്. ആ തിരിച്ചടിയാണ് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള VD സതീശൻ്റെ യാത്രയ്ക്ക് പാതി വഴിയിൽ തടസ്സം തീർക്കുന്ന സാഹചര്യമുണ്ടാക്കിയത്. അതായത് ദീപ്തി മേരി വർഗീസിനെ കൊച്ചി മേയറാകുന്നതിൽ നിന്ന് വെട്ടാനായി VD പക്ഷം നടത്തിയ നീക്കം ഒടുവിൽ VD സതീശന് 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന് മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള വഴിയിൽ വലിയൊരു തടസ്സമായി മാറുന്ന അസാധാരണമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഞാൻ സൂചിപ്പിക്കുന്നത് പോലെ കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം ഇവിടെയും ഉണ്ടാവണമെന്ന വാദമുയരുമ്പോൾ എന്താണ് ഇതിൻ്റെ പ്രതിസന്ധി എന്നതാണ് കൗതുകം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.